ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ, കൂടെ കൃഷ്ണാട്ടനുണ്ട്, സി കൃഷ്ണൻ, ചെറുവത്ത് കൃഷ്ണൻ. അപ്പോൾ നമ്മളുള്ളത് കിരാച്ചിയിലുള്ള കൂടൻ ഗുരുക്കന്മാർ ക്ഷേത്രത്തിൻ്റെ പുറത്താണ്. ആ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ്. ഈ ക്ഷേത്ര വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതിവിശേഷമായ ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഈ വിശേഷങ്ങൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ ഇത് ഒരു കൊടുങ്കാടിൻ്റെ പ്രതീതിയുള്ള ക്ഷേത്രമാണ്. കൃഷ്ണേട്ടാ, ഇത് ഭയങ്കര ഒരു സംഭവമാണല്ലോ ഈ ക്ഷേത്രമല്ലേ? ഭയങ്കര കാടാണല്ലോ. പണ്ട് കാലങ്ങളിലേ ഇങ്ങനെ ഈ വള്ളിക്കെട്ടും കരിയെല്ലാമായിട്ട് ഇങ്ങനെ ഉള്ളൊരു സ്ഥലമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടെയുള്ള കിരാച്ചി ഗുരുക്കന്മാരുടെ കാവ്. പല കാര്യങ്ങളും പണ്ടൊക്കെ എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പോൾ വിഷം എന്തൊക്കെ വേണ്ടിയിട്ടാകുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ട്, അതായത് മഞ്ഞൾ ചേർത്ത വെള്ളമുണ്ട്, ആ വെള്ളം കുടിച്ചിട്ട് ഒരുപാട് ആളെ ആ കാലഘട്ടത്തിൽ പണ്ട് കാലത്ത് അത് ഇവിടുത്തെ കോമരം ആയിരിക്കൂലേ കൊടുക്കുക അല്ലേ? അതെ അത് ഇവിടുത്തെ കോമരാണ് കൊടുക്കുക. ഇവിടെ ആദ്യമേ ഉള്ള ഒരു കോമരമുണ്ട്, അതായത് ഗോവിന്ദൻ കോമരാണ്. കോമരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കഴിവാണ്, ഒരു സിദ്ധി അയാൾക്ക് ഉണ്ടായിരുന്നു. അതുപ്രകാരമാണ് ഇവിടെ നല്ല രീതിയിലൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷത്തെക്കുട്ടി പറഞ്ഞപ്പോൾ ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷം താനെ ഇറങ്ങിപ്പോന്നെ ആ ഒരവസ്ഥ അന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ഒരു ക്ഷേത്രമാണ്. പ്രസിദ്ധി ഐതിഹ്യവും ചരിത്രമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. ഒരുപാട് സ്ഥലമുണ്ടോ? ഇത് ഉണ്ടാവല്ലേ? വലിയ ഏരിയ ഉണ്ടല്ലേ കാണുമ്പോൾ തന്നെ. ഇതുണ്ടല്ലോ നമ്മുടെ പിന്നെ കയപ്പരി ഉണ്ടല്ലോ, ഇതിൽ പെട്ടാണ്. അപ്പോൾ വലിയ ഏരിയ ആണ് അല്ലേ? ഇത് ശരിക്കും നല്ല ഒരു തണലും അല്ലേ? തണുപ്പ്, പിന്നെ നല്ല പക്ഷിൻ്റെ എല്ലാം ശബ്ദം അല്ലേ? നല്ല പക്ഷികളുടെ സൗണ്ട് ഉണ്ട്. അങ്ങനെ ഇവിടെ നല്ല ഒരു എന്താ പ്രകൃതി രമണീയമായ സ്ഥലം. ഒരു കുളിർമയുണ്ട് ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു കുളിർമ. ഇതിൽ എനിക്കൊന്ന് ഒരുപാട് ഈ മറ്റേ പാമ്പ് വിഷത്തിനുള്ള മരുന്ന് എന്നെല്ലാം പറയുമ്പോൾ അതൊരു ഔഷധങ്ങളെല്ലാം ഉണ്ടാവുമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ അല്ലേ? പണ്ട് കാലത്തല്ല, ഇപ്പോൾ ഉണ്ടാവും. പക്ഷെ അത് കൈമാറി കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. ഈ കാവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 100 വർഷത്തെ പഴക്കം തന്നെ കാവിനുണ്ട്. നമ്മളിപ്പോൾ അടുത്ത കാലങ്ങളിൽ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ഉത്സവാഘോഷം നടത്തുന്നത് ഒരു ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി തന്നെയാണ്. അപ്പോൾ ഉത്സവാഘോഷങ്ങളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും, അതുപോലെ തന്നെ 8-ാം തീയതി കുംഭം 6, 7, 8 തീയതികളിലാണ് ഇവിടെ ഉത്സവം നടക്കാറുള്ളത്. 8-ാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം 2500 ആളുകളോളം പങ്കെടുത്തുകൊണ്ട് ഒരു പ്രസാദ സദ്യ, ഇതൊക്കെ നമ്മൾ ഉത്സവം നല്ല രീതിയിൽ തന്നെ ഈ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന കമ്മിറ്റി തന്നെ തയ്യാറായിക്കൊണ്ടാണ് ഉത്സവം നല്ല രീതിയിൽ നടത്തുന്നത്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി വരവ് ചെലവെല്ലാം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മളിപ്പോൾ ഏകദേശം ഒരു കമ്മിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. കുടുംബ കമ്മിറ്റിയും അതുപോലെ തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞില്ല, മറ്റൊരു കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ ഈ വർഷം മുതൽ നമ്മൾ ഏകദേശം 2 വർഷക്കാലമായി ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചരിത്രമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പഴയ തലമുറ എന്നൊക്കെ ഇവരൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയും. നമ്മളിപ്പോൾ ഏകദേശം ഈ ഉത്സവ ആഘോഷമായിട്ട് നമ്മളിപ്പോൾ ഞാൻ ഏകദേശം ഒരു 7 വർഷക്കാലമായി ഇപ്പോൾ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ചന്ദ്രേട്ട, ഇപ്പം നമ്മൾ പോകുന്നത് കഴകപ്പുര അല്ലേ? കഴകപ്പുര. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പേ കഴകപ്പുരയിലേക്ക് പോയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരിക. പൂർവികർ ഇത്രയും സ്ഥലം ഒരു ക്ഷേത്രത്തിന് വേണ്ടി, പൊതു ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമുള്ള കാര്യമാണ്. അതാണ്. ഒരു 5-6 ഏക്കർ ഉണ്ടല്ലേ സ്ഥലം? 5-6 ഏക്കർ. അത്രയും സ്ഥലം. കാരണം അന്നത്തെ ആൾക്കാരെ ഒരു വിശാലമായ മനസ്സാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുക. ഇത് ഒരു ആരാധനയും അതിൻ്റെ കൂടെ പ്രകൃതി സംരക്ഷണവും കൂടിയാണ് വരുന്നത്. ശരി. മേലായി എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നെ ജമ്മി അല്ലേ? ജമ്മി. ജമ്മി. പെരിങ്ങാലി തറവാട്ടുകാരാണ്. ഗുരുക്കന്മാരെ കഴിഞ്ഞാൽ ഗുരുക്കന്മാരെ കൊടുക്കുക. അതിൻ്റെ
പിന്നെ തെയ്യം ഇറങ്ങിയതിന് ശേഷം അല്ലേ? കിരാച്ചി കൂടൻ ഗുരുക്കന്മാർ ക്ഷേത്രം. ഇതാണ് കഴകപ്പുര. ഇതാണ് ഗുളികൻ ദൈവത്തിൻ്റെ സ്ഥാനം. കെട്ടിയാടല്ലേ ഇവിടെ ഗുളിക? ഇല്ല. സ്വർണ്ണപ്രശ്നത്തിൽ വീട് വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടില്ലേ? മുമ്പ് കാലങ്ങളിൽ കുറേ കാലമായിട്ട് കാരണവരായിട്ട് നിന്ന ആളത് കാക്കടങ്ങാട്ടി കുട്ടെന്ന് പറഞ്ഞാണ്. ആൾ മരണശേഷം ജോലിസപ്രകാരം ഇവിടെ വെക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ വണ്ണാരായിട്ട് സാധിച്ചത്. ഇപ്പോൾ സ്വർണ്ണപ്രശ്നം വന്നതിന് ശേഷം ഇവിടെ പാടില്ല എന്നിട്ട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഓ ശരി. അപ്പോൾ ഇവർക്ക് ഇവിടുത്തെ പഴയ കാലത്തെ കാരണവർ പിന്നെ കാരണവറായിരുന്നു, അവർക്കൊരു സ്ഥാനം കൊടുത്ത് അല്ലേ? സ്ഥാനം കൊടുത്ത് നേരത്തെ ഒരു ജോത്സ്യം പറഞ്ഞ് ഇവിടെ വെക്കണമെന്ന് അങ്ങനെ വന്നിട്ട് അവരങ്ങനെ വെച്ചു. ഇപ്പോൾ ഇത് സ്വർണ്ണ പ്രശ്നത്തിൽ പാടില്ല. അതെ അതെ. അവർ തറവാട്ടിലേക്ക് മാറ്റി. ഇതിൻ്റെ ഒരു വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലത്തെ കാരണവരാണ്. അതെ അതെ. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷൻ ആ രീതിക്കുള്ള ഒരു പ്രത്യേക സിദ്ധിയൊക്കെ കുറേ കാലമായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഇവരെ മരണശേഷം ഇവിടെ തന്നെ വെക്കണമെന്നുള്ളത് അന്നത്തെ ജ്യോത്സ്യം പറഞ്ഞത്. അതെ അതെ. അപ്പോൾ അന്നത്തെ ജ്യോത്സ്യൻ അത്ര മോശമാണെന്ന് നമ്മൾ പറയൂല. അറിയില്ല. അതെ അതെ. അപ്പോൾ ഓരേ അന്ന് കണ്ടത് ഓരോ ഇട വെക്കാനാണ് പിന്നെ കണ്ടിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇട വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ജ്യോത്സ്യൻ അങ്ങനെ ഈ സ്വർണ്ണ മറ്റേ ഇതൊക്കെ പറഞ്ഞു. അല്ല, അതിൽ എന്താ വെച്ചാൽ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാൻ കാര്യത്തിൽ ഇന്ന് വെക്കുന്ന സ്വർണ്ണ പ്രശ്നം വെക്കുന്നതൊക്കെ ശരിയായ രീതിയിലാണോ എന്നുള്ളത് ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അല്ല, നമുക്കൊരു ഒരു വിമർശനമാണ്. കാരണം അന്നുള്ള ജ്യോത്സ്യന്റെ അന്നത്തെ ഒരു മോശക്കാരൊന്നുമല്ലല്ലോ അല്ലേ? അന്നത്തെ ഒരു മോശക്കാരനല്ലോ. അന്ന് അവര് ഗണിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശക്കാരനല്ല. അപ്പൊ ഇന്ന് പറയുന്ന കൂട്ടർ ആ രീതിക്ക് വരുന്നില്ല എന്നുള്ളതാണ്. രണ്ട് തരത്തിലും ആവാം. അങ്ങനെ പല പല സ്ഥലത്തും അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ആ രീതിക്ക് പറയേണ്ടി വന്നത് എന്നാണ് അത് പറയാനുള്ളത്. കുറേ കാലമായിട്ടുള്ള കുറേ കാലം ഒരു കാരണവർ വന്ന് കോമനായിട്ട് നിന്ന ഒരു വ്യക്തി. അയാളാണ് ശരിയായ ഇവിടെയാന്ന് പഠിച്ചിട്ടാന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ ഇവിടെയാണ് ഗുരുക്കന്മാർ വന്നത്. കഴകപ്പുരയിലാണ് ആദ്യം വന്നത് അല്ലേ? എന്നിട്ട് അവിടെയാണ് ക്ഷേത്രം ഇതൊക്കെ പണിതു. ഇതൊന്നും നമ്മൾ കേട്ടറിവല്ലേ അല്ലേ? പിന്നെ വാക്കാലിങ്ങനെ പറഞ്ഞ് വാമൊഴിയായിട്ട് അല്ലേ? അങ്ങനെയുള്ള അറിവല്ലേ? അല്ലാണ്ട് നമ്മള് ഇതില്ല, നമ്മളെ തലമുറയിൽപ്പെട്ട ആരും ഇതൊന്നും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു കേട്ടത് പറയാം അല്ലേ? നമ്മൾ രണ്ടാളാന്ന് കുറെ കൂടുതൽ ആദ്യമേ ചെയ്യുന്ന ആള്. ഞാൻ മറ്റാരിപ്പോ എല്ലാം പുതിയ ആൾക്കാരാണ് ഇവിടെ എല്ലാം. നമ്മളെ അറിവിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല 10-70 കൊല്ലത്തെ പരിചയമുണ്ട്. അതെ അതെ അതെ. ഈ കാവുമായിട്ട് നമ്മള് ചെറുപ്പം മുതലേ ഇവിടെ തന്നെ എന്റെ വീടിന്റെ ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ ശരിക്ക് ഈ പിന്നെ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞ ആ സങ്കല്പം വന്നത് ഇവിടെ അല്ലേ? ഇവിടെ വന്നിട്ടാണ് പിന്നെ അവിടെ ക്ഷേത്രമെല്ലാം ഉണ്ടായത്. അതെ, അതൊരു മനുഷ്യരൂപത്തിലുള്ള ഒരു അത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഗുരുക്കന്മാർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കേട്ടത് ഈ പിന്നെ ഇതൊരു അസാധ്യ കഴിവുകളും സിദ്ധികളും ഒക്കെ ഉള്ളു അല്ലേ? പിന്നെ ഈ കളരിയും മറ്റേ സകല പിന്നെ എന്താ പറയണ്ട ഈ ഇതുപോലത്തെ എല്ലാ അഭ്യാസങ്ങളും അറിയുന്നവര് പിന്നെ ഇതായിരുന്നു, പുണ്യപുരുഷനായിരുന്നു ഈ കാരണവർ അല്ല ഈ പിന്നെ ഗുരുക്കന്മാർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ കടാവിളക്കായിട്ട് സ്ഥിരം കത്തുന്നത് 24 മണിക്കൂർ. ഈ കാണുന്നത് കടാവിളക്കാണ്. നിരന്തരമായിട്ട് എന്താ പറയണ്ടേ എപ്പോഴും 24 മണിക്കൂർ 360 ദിവസം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാണ്. അപ്പൊ അതിനൊരു വലിയൊരു സമർപ്പണം വേണം. കാരണം അല്ലേ ഇങ്ങനെ ഇത് കെടാതെ ഇങ്ങനെ സൂക്ഷിക്കാൻ. അതെ, പിന്നെ കാറ്റും മഴയിലുള്ള സമയത്ത് അതും ശ്രദ്ധിക്കണം. ഇവിടെ ഇതുവരെയായിട്ട് ഒരു കാരനോട് നിൽക്കലുണ്ടായിരുന്നു. പക്ഷെ അയാളിപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാം നോക്കുന്നത് ഈ മണിക്കണ്ടറിലെ വെള്ളമാണ് ഇവിടെ തീർത്ഥായിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് കനകപ്പൊടിയാണ് ഇവിടെ വേറെ തീർത്ഥായിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം എടുത്ത് കനകപ്പൊടി ഇട്ട്. ശരി. ഇത് എന്താ പറയണ്ടേ 100 കണക്കിന് വർഷം പഴക്കമുണ്ടെന്നുണ്ടല്ലേ? അതിന്റെ കല്ല് കണ്ടാൽ തന്നെ നമുക്കറിയാലോ. പ്രത്യേക ഒരു ഇതല്ല ഇതിന്റെ ഒരു
ഇതിൽ നാഗങ്ങൾ ഉണ്ട് എന്നാണ് ഉണ്ടെന്നല്ല നമ്മൾ കണ്ടതാണ്. നാഗത്തിന് നമ്മൾ ഇവിടുന്ന് എടുത്തായാലും മറിക്കുന്ന നേരത്തെല്ലാം കണ്ടിന്യൂ. അപ്പോൾ ഈ കിണർ ശ്രദ്ധിച്ചാൽ മതി, അധികം വിസ്താരമില്ലാത്ത ചെറിയ കിണർ, അതിന് മണിക്കിണർ എന്നാ പറയാ. അപ്പോൾ ഇവിടെ നാഗസാന്നിധ്യം കൂടി ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അത് പലപ്പോഴായിട്ട് കണ്ടു. ഇത് പിന്നെ വിശ്വാസം മാത്രമല്ല, പലപ്പോഴായിട്ട് ഈ കിണർ വൃത്തിയാക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുമുണ്ട്. എങ്ങനെയാന്ന് പറയുന്നത്, നമ്മൾ ഈ പിന്നെ പടം പൊഴിച്ചിട്ടൊക്കെ കാണാം, പിന്നെ ചില കിണറിലൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാം. പിന്നെ അത് മാത്രമല്ല, ഈ വെള്ളമെല്ലാം പിന്നെ മുക്കി വറ്റിക്കുന്ന സമയത്ത്, ക്ലീൻ ചെയ്യുന്ന സമയത്ത് കണ്ടെന്നുള്ളതാണ് പിന്നെ പറഞ്ഞത്. കാര്യമായിട്ട് പറയുമൊന്നുമില്ല, അവർ വീടും ബൾക്ക് മാത്രമേ ഉള്ളൂ. അടുത്ത ലൈറ്റ് ഇല്ല എന്ന് തോന്നുന്നു, ബൾബ് വിരിക്കഴിയും. ഇത് ഗുരുകാരണവർ സ്ഥാനാണ്. കഴകപ്പുരേന്റെ തെക്ക് ഭാഗത്തുള്ള മുറി ഗുരുകാരണവർ സ്ഥാനം. ക്ഷേത്രവിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ ബാക്കി ഭാഗവുമായി നാളെ വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.